നമസ്കാരം, ഞാൻ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേ എന്ന യൂട്യൂബ് വീഡിയോസിലേക്ക്. ഒരു ഇൻ്റർവ്യൂവിലെ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? സാധാരണഗതിയിൽ ഇങ്ങനെയായിരിക്കും: പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, ടെൽ സംതിങ് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തൂ. ഇതിനെന്തായിരിക്കും നാം മറുപടി പറയുക? ഏറ്റവും മികച്ച രീതിയിൽ ഉള്ള ഒരു മറുപടി പറയാൻ കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൽ നന്നായി പെർഫോം ചെയ്യുവാനും അതിലൂടെ ഒരുപക്ഷെ ജോലിയിലേക്ക് എത്തുവാനും നമുക്ക് കഴിയും. വെൽ ബിഗാൻ ഇസ് ഹാഫ് ഡൺ എന്നാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് മികച്ച ഒരു ഉത്തരം നൽകിക്കൊണ്ട് നന്നായി ആരംഭിച്ചുകൊണ്ട് ആ ഇൻ്റർവ്യൂവിൽ നന്നായി പെർഫോം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അപ്പോൾ എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഉത്തരം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ല, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷമുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എൻ്റെ വാട്സാപ്പ് ജോബ്സ് ഗ്രൂപ്പിൽ മെമ്പറാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പറാകാം. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ഉത്തരം, എന്നാൽ കേൾക്കുന്നവന് ഒരുപക്ഷെ ഒന്നും അതിനെക്കുറിച്ച് അറിയാൻ മേലാത്ത ഒരു ഉത്തരം. അപ്പോൾ ഏറ്റവും ഭംഗിയായി അത് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ പലപ്പോഴും നമ്മളിൽ പലരും ഈ ആദ്യ ചോദ്യത്തിൽ തന്നെ പതറി അത് കുളമാക്കുന്ന ഒരു സ്ഥിതി കാണാറുണ്ട്. ഞാൻ എൻ്റെ ജോലി സെർച്ച് ആരംഭിച്ച കാലത്ത് എനിക്കിങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകും എന്നൊന്നും അറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരിടത്ത് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടെ എന്നോട് ചോദിച്ചു, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഇതാണ്: സർ, എവറിത്തിങ് ഈസ് ഇൻ ദ റെസ്യൂം. റെസ്യൂമിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം, കാരണം നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം റെസ്യൂമിലുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം? അത് കാര്യത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഞാൻ പലപ്പോഴും ഒത്തിരി കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്. ഈ ചോദ്യം തന്നെ ആദ്യം ചോദിക്കാറുമുണ്ട്. പല കുട്ടികളും ഈ ചോദ്യം കേൾക്കുമ്പോൾ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നത് കാണാം. എന്താ കാരണം? പഠിച്ചുകൊണ്ട് പോയ ചോദ്യം തന്നെയാണ് ആദ്യം വന്നിരിക്കുന്നത്. ആ സന്തോഷമാണ്. പിന്നെ അവർ മെല്ലെ കണ്ണുകൾ അങ്ങോട്ട് പൂട്ടിയിട്ട് കാണാപ്പാടം പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഒരൊറ്റ തട്ടാണ്. മുഴുവൻ പറഞ്ഞതിന് ശേഷം ഒരു കിതപ്പോടെ ഒരു ആത്മസംതൃപ്തിയോടെ കണ്ണുകൾ തുറന്നിട്ട് സാറേ കൊള്ളാമായിരുന്നു അല്ലേ എന്ന ഭാവത്തിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാപ്പാടം പഠിച്ച് ഒറ്റ തട്ടേണ്ടതല്ല ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നുള്ളതിനുള്ള ഉത്തരം. ഓരോന്നായി കാര്യങ്ങൾ പറയുക, അതിനിടയിലൊന്ന് നിർത്തുക. ഇൻ്റർവ്യൂവിന് അതിനിടയിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിന് അവസരം നൽകുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. വളരെ നിർത്തി പോകേണ്ട ഒരു കാര്യമാണ്. അതും സ്വാഭാവികമായി വേണം ഉത്തരം പറയുവാനായിട്ട്. നമ്മളൊരു കാണാപ്പാടം പഠിച്ചതുപോലെ പറയുകയും ചെയ്യല്ലേ. നമ്മളൊരു സിനിമയിൽ പണ്ട് കണ്ടിട്ടുണ്ട്, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. പലരുടെയും ഈ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു അയ്യോ അച്ഛാ പോകല്ലേ സ്റ്റൈലിലാണ്. അങ്ങനെ ആകാതെ സ്വാഭാവികമായിട്ട് ഒരു ഉത്തരം പറയുവാനായിട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? 7 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. 1, നമ്മുടെ പേര്, നമ്മുടെ സ്ഥലം. സർ, മൈ നെയിം ഈസ് ബ്രിജേഷ് ആൻഡ് ഐ എം കമ്മിങ് ഫ്രം കോട്ടയം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഐ ആം എന്ന് പറയുന്നതിലും തെറ്റില്ല, പക്ഷെ മൈസെൽഫ് എന്ന് പറയുന്നത് അത്ര നല്ല പ്രയോഗമല്ല എന്ന് ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഐ എം ബ്രിജേഷ്, ഐ എം ഫ്രം കോട്ടയം. എൻ്റെ ലോക്കൽ പ്ലേസ് പറയേണ്ട കാര്യമില്ല. ലോക്കൽ പ്ലേസ് പുതുപ്പള്ളി എന്നത് ഒരുപക്ഷെ ആളുകൾക്ക് അറിയണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങളൊരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരോ മറ്റോ പറഞ്ഞാൽ മതിയായിരിക്കും. ഇനി ഒരു ഓൾ ഇന്ത്യ, കേരളത്തിന് വെളിയിൽ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ സർ ഐ എം കമ്മിങ് ഫ്രം കേരള എന്ന് പറയുന്നതിലും തെറ്റില്ല. അപ്പം നമ്മളുടെ പേര്, നമ്മുടെ സ്ഥലം വെച്ചിട്ട് നമുക്ക് ആരംഭിക്കാം. രണ്ടാമതായിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യതകൾ പറയാം. അത് പറയുമ്പോൾ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ആദ്യം പറയുന്നതിന് ശ്രമിക്കുക. സർ, ഐ എം ഡൂയിങ് മൈ MCA ഇൻ സോ ആൻഡ് സോ കോളേജ്, BTech ഇൻ സോ ആൻഡ് സോ കോളേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം പെർസ്യൂയിങ് എന്ന വാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡൂയിങ് എന്ന വാക്ക് ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഐ ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം, കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട വാക്കുകൾ ഉപയോഗിക്കുക.
നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കൂടെ പറയാനായിട്ട് ശ്രമിക്കുക. അതിനോടൊപ്പം വേണമെങ്കിൽ നിങ്ങളുടെ 10th 12th ഡിഗ്രി എവിടെ പഠിച്ചു അങ്ങനത്തെ കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ ശ്രമിക്കാം. മൂന്നാമതായിട്ട് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രെയിനിങ്ങുകളോ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകളോ ഉണ്ടെങ്കിൽ അത് ഒന്ന് സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, സർ ഐ ഹാവ് കംപ്ലീറ്റഡ് എ ട്രെയിനിങ് ഇൻ ജാവ ഓർ PHP, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ആ ജോലിയുമായി എനിക്ക് അല്പം കൂടെ ബന്ധമുണ്ട് എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കാൻ സഹായിക്കും. അതല്ലെങ്കിൽ ഐ ഹാവ് വൺ എ പ്രൈസ് ഇൻ എ കോഡിംഗ് കോമ്പറ്റീഷൻ എന്നുള്ള കാര്യങ്ങൾ ഈ സമയത്ത് സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. നാലാമതായിട്ട്, നിങ്ങൾ പാർട്ട് ടൈം ജോലികൾ അല്ലെങ്കിൽ ഫുൾ ടൈം ജോലികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കാം, പ്രത്യേകിച്ച് ഈ ജോലിയുമായി ബന്ധപ്പെട്ട്. അതല്ലെങ്കിൽ ഈ ജോലിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രോജക്റ്റ്, അതും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ഈ രംഗത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാം. പിന്നെയും ഇൻ്റർവ്യൂവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യൽ അച്ചീവ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സൂചിപ്പിക്കാം. ഉദാഹരണത്തിന് നിങ്ങളൊരു NCCയുടെ ഭാഗമാണെങ്കിൽ ഒരുപക്ഷെ ഒരു റിപ്പബ്ലിക് ഡേ ദിന പരേഡിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കലോത്സവത്തിൽ ഒരു സമ്മാനം നേടിയിട്ടുണ്ടെങ്കിൽ, ഇതൊന്നും ആകണമെന്നില്ല, ഒരു ചെറിയ അച്ചീവ്മെൻറ്റ് അതൊരു അച്ചീവ്മെൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ആറാമതായിട്ട്, നിങ്ങളുടെ അംബീഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോബീസിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം. അത് പറയുമ്പോൾ ഓർക്കുക, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അല്പം വ്യത്യസ്തമായ അംബീഷനുകൾ അല്ലെങ്കിൽ ഹോബിയിൽ പറയുകയാണെങ്കിൽ ഇൻ്റർവ്യൂവർക്ക് നിങ്ങളിൽ കൂടുതൽ കൗതുകം ജനിപ്പിക്കാൻ സാധിക്കും. അവർ ആ വിഷയത്തെക്കുറിച്ച് ഒരുപക്ഷെ കൂടുതൽ ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചേക്കാം. അങ്ങനെ ഇൻ്റർവ്യൂവറെ നമ്മുടെ കോർട്ടിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏരിയകളിൽ കൂടുതൽ നന്നായി ഉത്തരങ്ങൾ പറയാനായിട്ട് ഒരുപക്ഷെ ഇത് സഹായകരമാകും. അവസാനമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂവർക്ക് വീണ്ടും കേൾക്കുവാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ചുള്ളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് നൽകാം. വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരെന്തൊക്കെ ചെയ്യുന്നു എന്നത് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനായിട്ട് സാധിക്കും. ഏതായാലും ഒരു കാര്യം ഓർക്കുക, എല്ലാം പറഞ്ഞതിന് ശേഷം ദാറ്റ്സ് ഓൾ എന്ന് പറഞ്ഞ് നിർത്താൻ ശ്രമിക്കാതെ സ്വാഭാവികമായ ഒരു എൻഡിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി അവർക്ക് തോന്നണം, ഒരു മനപ്പാഠം പഠിച്ചു പറയുന്നു എന്ന വിധത്തിൽ തോന്നല് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പം ഞാൻ 7 കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതേ രീതിയിൽ പറയണം, അല്ലെ ഇങ്ങനെയൊക്കെ പറയണം, ഇതെല്ലാം പറയണം എന്നൊന്നും നിർബന്ധമില്ല. ചില സൂചകങ്ങൾ നൽകി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ കൂടുതലായി സംസാരിക്കാം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിനുള്ള നന്ദി അറിയിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ല. ഈ വീഡിയോ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശോഭനമായ ഒരു ഭാവി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.